ഞങ്ങൾ സ്വീകരിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നേഴ്സ് നാളെ റിലീസാവുകയാണ്. അപ്പോൾ ഇത് രാത്രി 7 മണിക്ക് സോഫ്റ്റ് ലോഞ്ച് എന്ന രീതിയിൽ ഒരു പ്രീമിയർ ഷോ ആയിട്ട്. അപ്പോൾ ഒരു കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഇതിലേക്ക് വിട്ടോ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ സിനിമ പെണ്ണ് കേസ് നാളെ റിലീസാവാൻ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളൊരു പ്രീമിയർ പെയ്ഡ് പ്രീമിയർ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നാളെയാണ് ഒഫീഷ്യൽ റിലീസ് എന്ന് പറയുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത സിനിമയാണ്. ഹക്കീമുണ്ട്, ഞാനുണ്ട്, ഷാദക്ക, അജു ചേട്ടൻ, രമേശ് പിഷാരടി, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമ റിലീസാവാണ്. ഇന്ന് വൈകിട്ട് 9-ാം തീയതി വൈകിട്ട് 7 മണി തൊട്ട് പെയ്ഡ് പ്രീമിയർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് പോലെ തിയേറ്ററിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലേ? ഒന്നുമില്ല, ഡേറ്റ് 16 പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ ഒരു ധൃതിയൊക്കെ ഞങ്ങളിലുണ്ട്. ആ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾ ഭാഗത്തുണ്ടാവണം. കാരണം എല്ലാവരും 16-ാം തീയതിയാണ് സിനിമ റിലീസിനായിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണ് കേസല്ല. പക്ഷെ ഒരു പെണ്ണ് പ്രതിയാകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പെണ്ണ് കേസ്. പെണ്ണ് സ്ത്രീ ഒരു കേസിൽ പെട്ടുപോകുമ്പോൾ പറയുന്ന ഒരു പേര്. ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്ത് തോന്നി. അങ്ങനെയാണ് പെണ്ണ് കേസ് കൊണ്ട് വിലയിരുന്നത്. പെണ്ണ് കേസ് എന്ന് പറയുന്ന ഒരു പുരുഷൻ പെണ്ണ് കേസിൽ പെടുമ്പോഴാണ് പെണ്ണ് കേസ് എന്നുള്ള പേരിൽ വ്യാഖ്യാനിക്കാറ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു പെണ്ണ് ഉണ്ടാക്കുന്ന കുറെ കേസിന്റെ പിറകെ കുറെ പുരുഷന്മാർ പോകുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെയും ഉണ്ട് ആ പെണ്ണ് കേസ് എന്ന പ്രയോഗത്തിനുള്ളതാണ്. ഇത് ശരിക്കും ഇതിൽ റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണോ? അത് മാത്രമല്ല, ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരുപാട് കോമഡി ചെയ്ത നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് കലാകാരങ്ങളുണ്ട്. ഒരു കോമഡി ആയിട്ടുള്ള സീരിയസ് സബ്ജക്ട് പ്രസന്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥയുടെ തുടക്കം ഉണ്ടാവുന്നത്. ഈ അടുത്ത വാർത്തകളൊക്കെ അത് അതിനു മുന്നേ ഒരുപാട്, എനിക്കത് 2007 കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ നടത്തിയ തട്ടിപ്പായിരുന്നു ഈ കഥയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പൊ കോമഡിയാണോ സിനിമ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ കോമഡിയാണ്. അതേപോലെ ഒരു ഇമോഷണൽ ഡ്രാമ കൂടി ഇപ്പോഴത്തെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ സബ്ജക്ട് കേൾക്കുന്ന സമയത്ത്? കാരണം നോർമലി ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫീമെയിൽ ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഫീമെയിൽ ഇച്ചിരി ക്യാരക്ടർ സെൻട്രിക് കഥാപാത്രം ചെയ്യണം, നോട്ട് ബബ്ലി, നോട്ട് ക്യൂട്ട്, അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു കഥാപാത്രം കിട്ടുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കഥാപാത്രം കേട്ട സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്നത്? എനിക്ക് തോന്നിയത് യൂഷ്വലായിട്ട് കേൾക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ല എന്നുള്ളതുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എനിക്ക് അറിയുന്നത്. എനിക്ക് നമ്മളെപ്പോഴും കാണുന്നത് പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ല, യൂഷ്വലി സിനിമകളിൽ വരുന്നത് പോലെ അല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രെഡ് തന്നെ വരുന്നു, നല്ല കുറെ കാസ്റ്റും പറയുന്ന ആൾക്കാരെ തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ നോർമലി നമ്മൾ ഒരു ഇത് കാണുമ്പോൾ ഏകദേശം ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും, കഥ ഇങ്ങനെ ആയിരിക്കാം, അവസാനം എങ്ങനെ ആയിരിക്കാം, ഇന്ന കാരണങ്ങൾ കൊണ്ടാവാം പുള്ളിക്കാരി ഇന്ന കൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇതായിരിക്കുമോ, അതോ സ്ഥിരം പ്രഡിക്റ്റബിൾ പ്രശ്നം? ഇല്ല, അങ്ങനെയല്ല. എല്ലാ സിനിമകൾക്കും
കഥയൊക്കെ തന്നെയാണ്. അത് വലിയ ഭയങ്കരമായിട്ട് മാറ്റാണ്ടെന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനത്തെ സബ്ജക്ട് കേൾക്കുന്ന സമയത്ത്? കാരണം എല്ലാവരും നമ്മൾ പലപ്പോഴും ഒരു സബ്ജക്ട് ഇങ്ങനെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് നമുക്കും പറയാനുള്ള കുറെ കഥകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനത്തെ ഇങ്ങനെ സിനിമകൾ വരണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതേപോലെ സിനിമ ഇറങ്ങുവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ കഥ കേട്ട സമയത്ത്, അല്ലെങ്കിൽ ഇത് സിനിമയാകുമ്പോൾ കഥാപാത്രം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നീല ഉണ്ടാക്കുന്ന ക്യാരക്ടറിന്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി പറഞ്ഞ പോലെ ഫെബ്രുവരിയോട് ഇതൊരു ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോം ഇട്ട് ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ടാവും? പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയിലല്ല എന്റെ ക്യാരക്ടറിന്റെ ആർട്ട് കിടക്കുന്നത്. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ള ഒരു പോലീസുകാരനാണ്, സത്യസന്ധനായിട്ടുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്.